ക്രിസ്മസ് ഒക്കെ അല്ലേ, നമുക്കൊരു പുൽക്കൂട് സെറ്റ് ചെയ്താലോ? ഞാനൊരു പുൽക്കൂട് ഉണ്ടാക്കിയ കഥ പറയാം. നമ്മളെ വീട്ടിൽ സ്റ്റാറൊക്കെ ഇട്ടിരിക്കുന്ന സമയത്താണ് നമുക്കൊരു പുൽക്കൂട് സെറ്റ് ചെയ്താലോ എന്നുള്ള ഒരു ആലോചന വന്നത്. ഒട്ടും തന്നെ താമസിച്ചില്ല. ആലോചന വന്നപ്പോൾ തന്നെ ഞങ്ങൾ അപ്പുറത്ത് അയ്യത്തോട്ട് വിട്ട് കുറേ കമ്പും കോലും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് കൊണ്ടുവന്നു. കമ്പെല്ലാം ഈക്വലായിട്ടെല്ലാം മുറിച്ച് ഇങ്ങനെ ഓരോന്ന് കെട്ടി തുടങ്ങി. കുഞ്ഞിനെ കൊണ്ടൊക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. കൊച്ചാണ് അച്ഛന് കമ്പും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തെല്ലാം കൊണ്ട് കൊടുക്കുന്നത്. അവളെക്കാളും വലിയൊരു കമ്പ് എടുത്തുകൊണ്ട് പോകുന്ന പോക്കാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ പുൽക്കൂടിൻ്റെ ആ മുകൾ തട്ടെല്ലാം സെറ്റ് ചെയ്തെല്ലാം വെച്ചു. അതേപോലെ തന്നെ നമ്മൾ താഴത്തെ തട്ടും എല്ലാം സെറ്റ് ചെയ്ത് ഇത്രത്തോളം ആക്കി. ഇതിവിടുന്ന് ഇതേപോലെ എടുത്തതാ ഈ മരത്തേലോട്ടങ്ങ് സെറ്റ് ചെയ്ത്. ഞങ്ങളിത് ഈ ഒരു മരത്തേൽ ആദ്യമേ ലൈറ്റൊക്കെ ഇട്ട് ഒന്ന് സെറ്റ് ചെയ്യാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ അത് മാറിയിട്ട് നമുക്കെന്നാൽ അതിലൊരു ചെറിയൊരു പുൽക്കൂട് റെഡിമെയ്ഡ് നമുക്കിപ്പോൾ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, ആ ഒരു പുൽക്കൂട് റെഡിമെയ്ഡ് വാങ്ങിച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ള ആ ഒരു ഇതിലോട്ട് വന്നു. അതും മാറ്റിയിട്ടാണ് പിന്നെ ഇതേപോലെ നമുക്കെന്നാൽ ഉണ്ടാക്കാം എന്നുള്ള ഒരു ഇതിലോട്ട് വന്നത്. അങ്ങനെ നമ്മൾ ഇത്രത്തോളം എല്ലാം ഉണ്ടാക്കി ആ മരത്തിലോട്ട് അതെല്ലാം നല്ല സെറ്റ് ചെയ്ത് വെച്ച് അത് താഴെ പോകാത്ത രീതിയിലെല്ലാം സെറ്റ് ചെയ്തെല്ലാം വെച്ചിട്ട് പിന്നെ നമ്മൾ കച്ചി കൊണ്ട് ഫുള്ള് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഫുള്ള് നമ്മൾ ആ ഒരു പുൽക്കൂട് മൊത്തത്തിൽ കച്ചി കൊണ്ടെല്ലാം കവർ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളത് താഴെ പോകാത്ത രീതിയിൽ കയറൊക്കെ വെച്ച് എല്ലാം ഫുള്ള് കവർ ചെയ്ത് എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കൊരു കുളിയൊക്കെ പാസ്സാക്കിയിട്ടെല്ലാം വന്നപ്പോഴത്തേക്ക് അച്ഛനിങ്ങനെ കച്ചിയൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുന്നത് കണ്ടു. അത് കണ്ടപ്പോൾ ആൾ പിന്നെയും കൂടിയിട്ടുണ്ട്. കൊച്ചിങ്ങനെ കച്ചി പെറുക്കി കൊടുക്കാൻ നിൽക്കുന്നു. പിന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ പെറുക്കിക്കൊണ്ട് വന്ന് വെക്കുന്നു. അപ്പം മതി, കുളിയൊക്കെ കഴിഞ്ഞതല്ലേ, ഇനി കയറാൻ പറഞ്ഞതിന് പിണങ്ങിയിരിക്കുന്ന പണിയിരിക്കുന്നത്. പിണക്കമെല്ലാം കഴിഞ്ഞ് ഇത്രത്തോളം സെറ്റായി വന്നപ്പോഴാണ് ആ ഉള്ള ഒരു സന്തോഷമാണ് ഇപ്പം രണ്ടാളുടെ മുഖത്ത് കാണുന്നത്. രാത്രി ആയതുകൊണ്ട് ഇനി കുറച്ച് അലങ്കാരപ്പണികളുണ്ട്. അത് നമുക്കിനി നാളെ കാണാം.